അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകാത്ത്. നൂറെ ഹബീബിന്റെ മുത്തൂനെ എല്ലാവർക്കും റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ്. അതിമനോഹരം അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? മനോഹരം. നിങ്ങൾ ഇത് ഏകദേശം 2 ഏക്കറിന്റെ അടുത്തുള്ള സ്ഥലമാണിത്. ഇപ്പൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത വല്ലതൊക്കെ കണ്ടോട്ടെ. ആത്മീയ ട്യൂഷൻ ഒന്ന് കാണിച്ചു കൊടുത്താണ്. ഇതാണ് ആത്മീയ ട്യൂഷൻ അല്ലേ? ഇതാണ് ആത്മീയ ട്യൂഷൻ. പാവപ്പെട്ട കുട്ടികൾക്ക് ഇൻഷാ അല്ലാഹ് ഇപ്പോഴുള്ള കോളേജ് തുടങ്ങിയാണ്. പാവപ്പെട്ടവർക്ക് ഇപ്പോഴുള്ള കോളേജ് പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ആദ്യം, ശേഷം ഇൻഷാ അല്ലാഹ് ആൺകുട്ടികൾ, പിന്നെ ഇൻഷാ അല്ലാഹ് ഇന്റർനാഷണൽ സ്കൂളുകൾ. അങ്ങനെയൊക്കെയാണ് ഇപ്പൊ നമ്മൾ തീരുമാനം. നമ്മളെ കുട്ടികൾ ഇപ്പൊ എല്ലാവരും എന്റെ ട്രോളിനുണ്ട്, എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്നൊക്കെ പറഞ്ഞ് 3 കൊല്ലം മുമ്പുള്ള ഖുർആനൊക്കെ ഇതൊക്കെ എടുത്തിട്ട് അപ്പൊ നമുക്ക് കഴിയാത്തത് എന്ത് ചെയ്യട്ടെ, നമ്മളെ മക്കൾ എന്ത് ചെയ്യട്ടെ, തീർച്ചയായിട്ടും പഠിക്കട്ടെ. അപ്പൊ ഇത് നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് വാങ്ങിട്ടതാ. ഇത് പൈസ പിരിച്ചിട്ടല്ല കേട്ടോ, ഒരാളേക്കൊന്നും പൈസ പിരിച്ചിട്ടല്ല. എനിക്ക് എൻ്റെ വീട്ടിൽ ചികിത്സക്ക് വരുമ്പോ ഓല് തരുന്ന പൈസ മിച്ചം വെച്ചിട്ട് എൻ്റെ പെരല്ല ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ പെര വലുതാക്കല്ല ചെയ്തത്. എൻ്റെ പെര 1600 സ്ക്വയർ ഫീറ്റാ. മനസ്സിലായില്ലേ? ഇത് പാവപ്പെട്ട നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്കാണ്. ഇൻഷാ അല്ലാഹ് ഒരു പക്ഷേ ഇതിപ്പോൾ എൻ്റെ പേരിലാണ്, ഇത് ട്രസ്റ്റിൻ്റെ പേരിലെഴുതും. എനിക്കൊന്നും വേണ്ട, ദുനിയാവിൽ നമ്മൾ കുറേ മുതലുണ്ടായി ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഇത് നൂറെ ഹബീബിന്റെ മുത്തുമണികൾക്ക് ഇത് വാങ്ങിട്ടതാണ്, ഹിഫ്ള് കോളേജിന് വേണ്ടിയാണ്. ഇവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് വരാനുള്ളത്? ഇവിടെ ഇത് ഉമ്മാന്റെ പേരും പാപ്പാന്റെ പേരും പിന്നെ നൂറെ ഹബീബിന്റെ മുത്ത് ഒരുപാട് ഓർക്കും കിട്ടേണ്ട, ഓരെ കൊണ്ടല്ല കഴിച്ചിലായത്. അങ്ങനെയാണ്. ഇപ്പൊ ഇത് വാപ്പാന്റെ ഉമ്മാന്റെ പേരിലാണ്, പിന്നെ നൂറെ മുത്തിന്റെ പേരിലാണ്. പിന്നെ ഇവിടെ വരാൻ പോകുന്നത് പറഞ്ഞാൽ ഇപ്പൊ ഹിഫ്ള് കോളേജാണ്. നമ്മൾ മെല്ലെ മെല്ലെ എന്ത് ചെയ്യണേ, പിന്നെ ഉയർച്ചയിലൊക്കെ അള്ളാഹു എത്തിച്ചേരട്ടെ. കാരണം ചെറിയ പിന്നെ ഹിഫ്ള് കോളേജ് പെൺകുട്ടികള് ആണ് ഇപ്പൊ നമ്മൾ തുടക്കം. അത് നൂറെ ഹബീബിന്റെ മുത്തുമണികൾ ആദ്യം എടുത്തിട്ട് നമ്മൾ പുറത്തുള്ള കുട്ടികളെ നമ്മൾ എടുക്കുള്ളൂ. പിന്നെ ഇൻഷാ അല്ലാഹ് സ്കൂളുകൾ, അങ്ങനെയൊക്കെ ഒരുപാട് പദ്ധതികളുണ്ട്. ഇൻഷാ അല്ലാഹ് ആ പദ്ധതികൾ നമ്മൾ എന്ത് ചെയ്യും, പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഈ യൂട്യൂബിലും ഇതിലൊന്നും അതും ഇതും പറഞ്ഞിട്ട് നിങ്ങളൊന്നും എന്നെ അറിയില്ല. നിങ്ങളെവിടെയുള്ള ആൾക്കാർ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയാം, എന്നിട്ട് അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് ചെയ്ത് അത്രയേ ഉള്ളൂ. ഞാൻ അത്രേ ഇതാക്കുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ തന്നെയാണ് എൻ്റെ വിജയം. ഇത് എത്ര സ്ഥലം? ഇത് 2 ഏക്കറിന്റെ അടുത്തുണ്ട്. 2 ഏക്കറിന്റെ അടുത്തല്ലേ? ഇപ്പൊ അവിടെ കാണുന്ന ആ ബിൽഡിംഗ് ഇതാണ് ഇപ്പൊ. അത് ഇപ്പൊ നമ്മള് അതിനുള്ളിലാണ് ഇപ്പൊ കുട്ടികൾ ഇപ്പോൾ പോലെ തുടങ്ങുന്നത്. ഇവിടെ ഇപ്പൊ 2 ബിൽഡിംഗ് വരും പെട്ടെന്ന്. ഇത് കുറച്ച് ചെറിയ ചെറിയ പണികളുടെ 2 മാസം കൊണ്ടൊക്കെ ഞങ്ങൾ തീർക്കും. ഇവിടെ മുകളിലുള്ളതോ? മുകളിലും അങ്ങനെ തന്നെയാണ്. കുട്ടികൾക്ക് ഭക്ഷണം, അതുപോലെ തന്നെ പ്രയർ ഹാൾ, പ്രാർത്ഥിക്കാനും നിസ്കരിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ്. ഇനിയിപ്പോ സ്വാഭാവികമായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും, നിങ്ങൾ കണ്ടുള്ള സ്ഥലം എങ്ങനെയുണ്ട്? അടിപൊളി സ്ഥലം. ഓരോന്നോരോന്ന് വരും കേട്ടോ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ബർക്കത്ത് ചെയ്ത് എല്ലാവരും ദ്വാരിക്കും. ഇത് നമ്മളെത്തി ചികിത്സയ്ക്ക് വരുന്ന ആളുകളെ കിട്ടുന്ന പൈസകളെ കൊണ്ട് അതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ഇതാണ് നമ്മളെ ചൂഷണം. ഓക്കെ തങ്ങളെ. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പൊ ബിനസീന എല്ലാവരും അറിഞ്ഞു, നമ്മൾ അതിൽ കാണിച്ചാണല്ലോ, മറ്റേ ലൈവിൽ കാണിച്ചാണല്ലോ. മറ്റേ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ കണ്ട സംഭവം ഉണ്ടല്ലോ, അത് ചില മറ്റേ എന്താ പറയാ അഡ്മിൻസ് ഒന്നും അറിഞ്ഞിട്ടില്ല എന്നൊരു പരാതി അവിടെ പൊങ്ങി വന്നിരുന്നു. അപ്പൊ അതിനെങ്ങനെയാണ് തങ്ങള് സ്ഥലം ഈ പാവപ്പെട്ട കുട്ടികൾ? അതെ അതെ, ഈ നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന സ്ഥലം, ആ സ്ഥലം ഞാൻ എത്തിയ മക്കളെ കുറച്ച് പൈസ ഉണ്ട്. ഒരുപാട് ആളുകൾ വീടില്ലാതെ എൻ്റെ അടുത്ത് വരുന്നുണ്ട്, വാടക കൊടുക്കാൻ ഗതിയില്ലാതെ. ഒരു 4 സെന്റ് 3 സെന്റ് സ്ഥലം കിട്ടിയാൽ മറച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വാങ്ങിയിട്ട് സ്ഥലമാണത്. അതിൽ അവിടെ സലാത്ത് നടത്താനൊന്നും പറ്റൂല. പിന്നെ വിമർശനം സ്വന്തം തട്ടകത്തിൻ്റെ ഒക്കെ ഉണ്ടാകും. അതൊന്നും നമ്മൾ എന്തില്ല മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ഓക്കെ. ഈ ഒരു സന്ദർഭങ്ങളിലും തങ്ങളിപ്പം നല്ല പോലെ എന്താ പറയാ സോഷ്യൽ മീഡിയ ബുള്ളിങ്ങിന് എതിരെ ആയിക്കൊണ്ടിരിക്കണല്ലോ. അപ്പൊ അതിന് എങ്ങനെയാണ് തങ്ങൾ ഇങ്ങനെ അതിജീവിച്ചു വരുന്നത്? എങ്ങനെയാണ്? എന്നെ സംബന്ധിച്ച് അതൊന്നും പ്രശ്നമല്ലേ. ഞാൻ തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് വിവാദങ്ങളുണ്ട്. ഓരോ വിവാദങ്ങളുടെ ഉയർച്ചയാണ്. വിവാദങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഇപ്പൊ എന്നോട് ആളുകൾ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ മിനിങ്ങാന്ന് ഒരാൾ വിളിച്ച് ചോദിച്ചു, നിങ്ങൾ ആള് ഭയങ്കര പുള്ളിയാണ്. എന്ത് ചോദിച്ചു? കോട്ടയത്ത് നിന്ന് ആൾ വിളിച്ച് എന്ത് ചോദിച്ചു? അറിയപ്പെടാനുള്ള എല്ലാ പണികൾ എടുക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇവലെ പൂതി എന്താണ്, ഞാൻ അറിയപ്പെടാൻ വേണ്ടിയിട്ട് ഓരോന്ന് ചെയ്യാന്നാണ് ഓല പേര്. അതൊന്നുമല്ല. മനസ്സിലല്ലേ? ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാകുന്നത് റമദാൻ മാസം. അതെന്തായാലും ഇപ്പൊ റമദാൻ കഴിഞ്ഞിട്ട് അവസാനിക്കും. പിന്നെ ചികിത്സന്റെ വിഷയം അതെന്ന് പറഞ്ഞാല് പഴയതിനേക്കാൾ ശക്തമായി ഞാൻ ആരും എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നില്ല. ഞാൻ ഒരാളെയും എൻ്റെ വീട്ടിലേക്ക്
ക്ഷണിക്കുന്നില്ല. ഞാൻ നോട്ടീസ് അടിച്ചിട്ട് പബ്ലിസിറ്റി ചെയ്യുന്നില്ല. അതൊക്കെ മറ്റുള്ളവർ ചെയ്തതാണ്. പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് നോട്ടീസ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് എൻ്റെ വീട്ടിൽ ഒരാൾ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിനെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാൻ ചെയ്തു കൊടുക്കും. ചെറിയ ചെറിയ തുകകൾ ഞാൻ വാങ്ങും. അങ്ങനെ തുകകൾ വാങ്ങിയിട്ട് അതുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. മനസ്സിലായില്ലേ? അതിനിഷ്ടമുള്ളവരെന്ത് ചെയ്താൽ മതി, സപ്പോർട്ട് ചെയ്യാം, ഇത് വന്നാൽ മതി. നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്കിതൊരു പിന്നെ ആർക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല. നമ്മളെ വീടൊക്കെ ഓപ്പണാണ്. അപ്പം അതുകൊണ്ട് ഒരാൾക്കും ഒരു പിന്നെ നിയമപരമായിട്ട് പോകാനുള്ളൊരിതൊന്നും എന്തില്ല, അവിടെ ഇല്ല. ഓക്കെ. തങ്ങളെ തുടക്കം മുതൽ ഈ സമയം വരെ തങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന തങ്ങളെ അഡ്മിൻസ് മുത്തുമണികൾ ഉണ്ടല്ലോ, അവരെ കുറിച്ച് എന്താ നിങ്ങൾക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ? നല്ല അഭിപ്രായമാണ്. ഓലെക്കൊണ്ടൊക്കെ ഒരുപാട് ഉപകാരം കിട്ടിയിട്ടുണ്ട്. അള്ളാഹുൽക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ഓലാണ് എൻ്റെ ജീവൻ. ഓല മുത്തുമണികൾ തന്നെ പറയും. അതിലൊന്നും മറ്റുള്ളവർക്ക് കുരുപൊട്ടിയിട്ട് എന്തില്ല, കാര്യമില്ല. ഒരു 100 ഹബിന് മുത്തുമണികൾ തന്നെയാണ്. അതിലൊന്നും മറ്റുള്ളവർ കുരുപൊട്ടിയിട്ട് കാര്യമില്ല. ഇൻഷാ അല്ലാഹ്. പിന്നെ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ള എന്താ പറയുക, നിങ്ങൾ വിമർശിക്കണം. നിങ്ങൾ വിമർശിക്കുന്നതോടെ ഞാൻ നിങ്ങൾ ഉയർന്നു വരും. പിന്നെ കുറേ കമൻറ്റിൽ ഓനെന്താ അറസ്റ്റ് ചെയ്യാത്തത്, ഓനെന്താ പിന്നെ അതൊക്കെ നിങ്ങൾ ഓരോ സ്വപ്നങ്ങളാണ്. അങ്ങക്ക് ഇതൊക്കെ എഴുതാലോ. എന്തിനാണ് ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്യാൻ? തെറ്റ് ചെയ്യണ്ടേ? ശരി. ഈ ഇന്ത്യയിലും ലോകത്തിലും ഇപ്പോൾ കേരളത്തിലൊക്കെ ഒത്തിരി തങ്ങന്മാരും മൊയിലുമാരും ചികിത്സ ചെയ്യുന്നുണ്ട്. അത്ര തന്നെ ഞാനും ചെയ്യുന്നുള്ളൂ. പിന്നെ നമ്മളെത്തി വലിയ പൈസ വാങ്ങുന്നില്ല എന്നുള്ളൂ. പിന്നെ ആയിരക്കണക്കിന് ആളുകൾ വരുന്നുണ്ട്, അത്ര തന്നെ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇൻഷാ അല്ലാഹ്. ഇതിനൊക്കെ ഒരു പ്രാർത്ഥിക്കുക. നമ്മളെ മക്കളുണ്ടെങ്കിൽ ചേർത്താൻ വഴി ഉണ്ടാക്കുക. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.